അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 7ാം ക്ലാസ്സിലെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം പാഠപുസ്തകങ്ങൾ മാറിയതുകൊണ്ടും പാദവാർഷിക പരീക്ഷയുടെ സമയമാകാത്തതിനാൽ സമസ്തയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വീക്ഷിക്കുക, മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിപ്പിക്കാം. ഓരോ രാജ്യത്തുള്ള പ്രധാന സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഓരോ രാജ്യത്തുണ്ടായിരുന്ന സ്വഹാബിമാരെ പേരാണ്. ഒന്ന് മദീനയിൽ ആരാണ്ടായിരുന്നത്? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മക്കയിൽ അബ്ദുല്ലാഹിബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മിസ്റിൽ അബ്ദുല്ലാഹിബിനു അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ഷാമിൽ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു. കൂഫയിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്നിവരാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രമത്തിലാക്കാം. മിനദ്ദീനി ഇന്നൽ ഇസ്നാദ ലഖാല മൻ ഷാഅ മാ ഷാഅ വലൗലൽ ഇസ്നാദു. അത് ക്രമത്തിലാക്കി എഴുതാനുള്ളതാണ്. അതിങ്ങനെ ഉണ്ടാവുക: ഇന്നൽ ഇസ്നാദ മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാഅ. അത് ക്രമത്തിലാക്കി എഴുതാം. 3, ആശയം എഴുതാം, അർത്ഥം എഴുതാനുള്ളതാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമാ. അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്. അതിൻ്റെ അർത്ഥം: ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കും. അടുത്തത് 2 വീതം എഴുതാം. ഒന്ന്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഹദീസ് പഠിപ്പിച്ച ഉസ്താദുമാർ. അപ്പോൾ ആരുടെ അടുത്തു നിന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹദീസുകൾ പഠിച്ചത്? അതിൽ നിന്ന് 2 ഉസ്താദുമാരുടെ പേര് എഴുതാനുള്ളതാണ്. ഒന്ന് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ നാഫി റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു. ഈ 3 പണ്ഡിതന്മാരിൽ ഏതെങ്കിലും 2 ആളെ പേര് എഴുതാം. അടുത്തത്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ. അപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാർ ഹദീസ് പഠിച്ച: ഒന്ന് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, 2 വക്കീ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ഇതിലേതെങ്കിലും 2 എഴുതാം. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപനാമങ്ങൾ, വേറെ പേരുകൾ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അതിലൊന്ന് ദാറുൽ ഹിജ്റ, മറ്റൊന്ന് ഉസ്താദുൽ അഇമ്മ, ഷെയ്ഖുൽ ഉലമാ. ഇതിൽ ഏതെങ്കിലും 2 എഴുതാം. അടുത്ത ക്വസ്റ്റ്യന്, കള്ളികൾ പൂർത്തിയാക്കി എഴുതാം. ഒന്നാമത്തെ ഇമാമുകളുടെ പേരാണ്, രണ്ടാമത്തെ ജനന വർഷം, ജനിച്ച വർഷം, മൂന്നാമത്തത് വഫാത്ത് വർഷം. അപ്പോൾ ഷാഫിഈ ഇമാമിൻ്റെ ജനന വർഷം ഹിജ്റ 150, വഫാത്ത് വർഷം ഹിജ്റ 204. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനന വർഷം ഹിജ്റ 95, വഫാത്ത് വർഷം ഹിജ്റ 179. അടുത്തത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനന വർഷം ഹിജ്റ 80, വഫാത്ത് വർഷം ഹിജ്റ 150. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ, അതായത് ഹംബലി മദ്ഹബ്, ഒന്നാമത്തെ പാഠത്തിലുണ്ടത്, ജനന വർഷം 80, ഹിജ്റ 80, വഫാത്ത് വർഷം ഹിജ്റ 150. അപ്പോൾ ഹനഫി ഇമാമിൻ്റെയും ഹംബലി ഇമാമിൻ്റെയും ഒരേ ജനനവും വഫാത്ത് വർഷവും ഒരേപോലെയാണ്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ഒന്ന്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി പറഞ്ഞത്: വിജ്ഞാനം കാർത്തിക നക്ഷത്രത്തിൻ്റെ അരികിലാണെങ്കിലും
പേർഷ്യക്കാരിൽ ചിലർ അത് നേടിയെടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് പറഞ്ഞതാണ്. അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ത്? മാലിക് ഇമാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലം വരും. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ എത്തിക്കില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്ം തീർത്തിരുന്നു എത്ര സമയം കൊണ്ട്? 2 ആൻസർ ഉണ്ടാകും. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും 1 ഖത്മും റമദാനിൽ 2 ഖത്മും തീർത്തിരുന്നു. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് 4-മത്തത്, ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഒരുങ്ങിയിരുന്നത് എങ്ങനെയാണ് ഒരുങ്ങിയിരുന്നത്? അപ്പോൾ ഹദീസ് പറയുന്നതിന് മുമ്പ് കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 7-മത്തെ ക്വസ്റ്റ്യൻ യോജിപ്പിക്കാനുള്ളതാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ പേര് ഹമ്മാദ്. 2 അറിവ് കൊണ്ട് ലോകം കീഴടക്കിയ മഹാനായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 3 അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് നോമാൻ റളിയല്ലാഹു അൻഹു. മദ്ഹബിനെ ഒഴിവാക്കുന്നവർ മുബ്തദിഉകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കൊണ്ട് വാഹനത്തിൽ കയറിയിരുന്നില്ല. മദീനയിലെ വാഹനത്തിൽ കയറുന്നില്ല. ആരാണത്? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ അറിവ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.